മലപ്പുറം കുരിയാട് ദേശീയപാത തകർന്ന സംഭവത്തിൽ വിദഗ്ധ സംഘം എന്ന ദേശീയപാത അതോറിറ്റിക്ക് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. റോഡിന് താഴെയുള്ള മണ്ണുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് അപകടത്തിന് കാരണമെന്നാണ് വിദഗ്ധ സംഘത്തിന്റെ പ്രാഥമിക നിഗമനം. മണ്ണിടിച്ചിലുണ്ടായ കണ്ണൂർ കുപ്പത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തിയേക്കും. വീടുകളിലേക്ക് വെള്ളവും ചെളിയും ഒഴുകുന്നത് തടയാൻ ഒരാഴ്ചക്കകം നടപടി ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് നാട്ടുകാർ ഇന്നലെ പ്രതിഷേധം അവസാനിപ്പിച്ചത്. കാസർഗോഡ് പീലിക്കോട് മട്ടലായിക്കുന്നിന് താഴെ നിർമ്മിക്കുന്ന സർവീസ് റോഡ് അപകടാവസ്ഥയിലായതോടെ പ്രദേശവാസികൾ ആശങ്കയിൽ. ഇടപ്പള്ളി തൃശൂർ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിൽ പരിഹാരം തേടി ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് എന്ന ഉപവാസ സമരം നടത്തുന്നു. നമുക്കൊപ്പം കുപ്പത്ത് നിന്ന് അരുൺ പൂപ്പറമ്പ, ചാവക്കാട് നിന്ന് സൂരജ് സജി, കുരിയാട് നിന്ന് സമീർ ബിൻ കരീം, പീലിക്കോട് നിന്ന് അരുൺ പാറക്കൽ എന്നിവർ ചേരുകയാണ്. തത്സമയം ആദ്യം അരുൺ പൂപ്പറമ്പയിലേക്ക്. അരുൺ, അവിടുത്തെ സ്ഥിതി എന്താണ്? SK, ഞാൻ ഇന്നലെ മണ്ണിടിച്ചിലും പ്രതിഷേധവും ഉണ്ടായ കുപ്പത്താണുള്ളത്. അതിൻ്റെ നമുക്ക് ദൂരദൃശ്യങ്ങൾ കൂടി കാണാം. ഇന്നലെ മണ്ണിടിച്ചിലുണ്ടായ വ്യാപകമായി കുന്നിടിച്ച് ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുള്ള പ്രദേശത്തിൻ്റെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഭാഗത്താണ് ഇന്നലെ 2 തവണയായി വലിയ ഭാഗം, ഈ കുന്നിടിച്ച ഭാഗത്ത് നിന്ന് വലിയ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന ഒരു മേഖല കൂടിയാണിത്. അവിടെയാണ് ഈ അപകട ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിന് തൊട്ട് ഈ മറുവശത്ത്, റോഡിൻ്റെ മറുവശത്ത് നമുക്ക് വീടുകൾ കാണാം. ആ വീടുകളിലേക്കാണ് ഈ കുന്നിടിച്ചതിൻ്റെ ഭാഗമായി വലിയ രീതിയിൽ മണ്ണ് കുന്നുപോലെ കൂട്ടിയിട്ട് അത് മഴ പെയ്ത് താഴോട്ട് ഒലിച്ചിറങ്ങുകയും ആ ചെളിവെള്ളവും വെള്ളവുമൊക്കെ അവരുടെ വീടുകളിലേക്ക് ഒഴുകിയെത്തുകയൊക്കെ ചെയ്തത് അത് വലിയ ദുരിതം സൃഷ്ടിച്ചിരുന്നു. എന്തായാലും അതിൽ പരിഹാരം ഉണ്ടാകും എന്ന ഉറപ്പ് നൽകിയതിൻ്റെ ഭാഗമായി ഈ മാസം 27-നുള്ളിൽ ഈ കൃത്യമായ ഡ്രെയിനേജ് സിസ്റ്റം ഉൾപ്പെടെ ഒരുക്കുമെന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചത്. മറ്റൊരു കാഴ്ച കൂടി, നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ മറ്റൊരു ദുരിതം കൂടിയാണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. SK, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരു വീടിൻ്റെ തൊട്ട് ഇതൊരു വീടാണ്. ആ വീടിൻ്റെ ഗേറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ ഗേറ്റിനോട് ചേർന്ന് തൊട്ടുള്ള ഭാഗത്ത് മണ്ണെടുത്തതായി നമുക്ക് കാണാം. അത് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി ഇവിടെ മണ്ണെടുത്തതാണ്. ആ മണ്ണെടുത്ത ഭാഗത്തിന് തൊട്ട് മുകളിലാണ് ഇവരുടെ വീട്. അത് ആ വീടിനോട് ചേർന്ന, ഗേറ്റിനോട് ചേർന്ന ഭാഗമാണ് മണ്ണെടുത്തിട്ടുള്ളത്. അത് വലിയ ആശങ്കയാണ്. ഇവിടെ വീട്ടുകാരുൾപ്പെടെ ഉണ്ട്. ഒരു മഴ കൂടി പെയ്താൽ ഇത് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവുമല്ലോ. നിങ്ങൾ ഇത് പരാതി നൽകിയിരുന്നോ? കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരും ഒന്നും പരിഹാരമൊന്നും കണ്ടിട്ടില്ല. നമ്മൾ കെട്ടാൻ നോക്കിയിരുന്നു. അപ്പൊ പിന്നെ മഴയൊക്കെ മുമ്പേ കെട്ടണം, പിന്നെ അത് ലേറ്റ് ആയതുകൊണ്ട്. ഇതെന്താ ഇങ്ങനെ ഈ ഗേറ്റിനോട് ചേർന്ന ഭാഗത്ത് തന്നെ മണ്ണെടുത്തത്? ഇതിപ്പം ഒരു മഴ കൂടെ പെയ്താൽ ഇത് ഇടിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? അവരെന്താണ് അതിൽ പറയുന്നത്? അവരോട് പറഞ്ഞായിരുന്നു. അവരപ്പം നമ്മൾ പറയുന്നൊന്നും കേൾക്കുന്നുണ്ടായിട്ടില്ല. അതിന്റെ അപ്പുറത്തുനിന്ന് എടുക്കും.